ഹായ് ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ, ഞാനൊരു അപ്ഡേഷനുമായിട്ട് വന്നതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിവിനും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റ്. ആ ഫൈറ്റിൻ്റെ ഒടുവിൽ വളരെ വിഷമകരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. നമ്മുടെ ഷാനവാസ് ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. അതായത് ആ പാല് പിടിച്ച് വാങ്ങുമ്പോൾ നിവിൻ പാലെടുത്ത് ഷാനവാസിൻ്റെ വളരെ വൃത്തികെട്ട രീതിയിൽ ഷാനവാസിൻ്റെ പുറത്തൊഴിക്കുന്നു. എന്നിട്ട് ഈ പാലിനെ എടുത്ത് ഒറ്റ എറി കൊടുക്കുവാണ് ഷാനവാസിൻ്റെ ദേഹത്തോട്ട്. എനിക്ക് തോന്നുന്നു അത് ക്ലിയർ അല്ല. ഷാനവാസിൻ്റെ നെഞ്ചിലാണ് ആ പാൽ കവറ് ചെന്ന് കൊള്ളുന്നത്. നമുക്കറിയാമല്ലോ, 1 ലിറ്ററിൻ്റെ ആവട്ടെ 1 ലിറ്ററിൻ്റെ ആവട്ടെ, ഫോഴ്സ്ഫുള്ളി ഒരെണ്ണം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മുടെ നെഞ്ചിൽ വന്ന് കൊള്ളുമ്പം നമുക്ക് നോർമലായിട്ടുള്ള നമുക്ക് തന്നെ വേദന എടുക്കും. പക്ഷേ ഷാനവാസ് ഒരു പേഷ്യൻറ്റും കൂടെയാണ്. അപ്പോൾ ഷാനവാസിന് ബ്രീത്തിങ് കിട്ടുന്നില്ല. ഷാനവാസ് കുഴഞ്ഞ് അവിടെ തന്നെ വീഴുന്നു. എല്ലാവരും കൂടെ ഓടിപ്പോയി ഷാനവാസിനെ പൊക്കുമ്പോൾ പോലും ഈ നിവിനും ആര്യനും അവിടെ നിന്ന് ഒരു കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യരാണെന്ന് ഇപ്പം. റോക്കി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ നിമിഷമാണ്. അവന്റെ ചപ്പാക്കുട്ടി അടിച്ചു നിരിക്കാൻ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ നിമിഷമാണ്. അത്രയ്ക്ക് അട്ടഹാസമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 3 എണ്ണം. ഏറ്റവും നമ്പർ 1 ആയിട്ട് നെവിൻ എന്ന് പറയുന്ന കാളയെ അഴിച്ചൂരി വിട്ടിക്കുകയാണ്, കയറൂരി വിട്ടിരിക്കുകയാണ്. നെവിൻ എന്ന് പറയുന്ന കാള ഇന്നിവിടെ കാണിച്ചത് വളരെ മേച്ചമായ ഭയങ്കര വലിയൊരു അസാൾട്ടാണ്. ഈ പറയുന്ന ഫിസിക്കൽ അസാൾട്ടാണ്. ഷാനവാസിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഷാനവാസ് ഇപ്പോ നിവിൻ റിയാസിന്റെ വേറൊരു രൂപം, അത് തന്നെയാണ് നിവിൻ. ഒരു മനുഷ്യത്വവും ഇല്ല. ഈ ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു വൃത്തികെട്ട ജീവി. എന്നിട്ടോ ഷാനവാസിനെ മാത്രമാണോ ഉപദ്രവം? അനുമോളെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കില്ല. അനുമോളെ ബെഡ് മൊത്തം വെള്ളം കൊണ്ടൊഴിച്ച് അനുമോൾ അവിടെ കിടന്നെന്ന് പറഞ്ഞിട്ട് എണീക്കാൻ പറഞ്ഞിട്ട് എണീച്ചില്ല എന്ന്. അനുമോൾ ഉറങ്ങുമല്ലായിരുന്നു, കിടക്കുമായിരുന്നു. എന്നിട്ട് എണി എന്ന് പറഞ്ഞിട്ട് ആദ്യം പോയി വെള്ളം തളിച്ചു. അപ്പോൾ അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് അനുമോൾ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തു. പോയി അടുക്കളയിൽ നിന്ന് ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് അനുമോളെ ബെഡിൽ കൊണ്ടങ്ങ് ഒഴിച്ചു. എന്ത് തോന്നിയ കാണിക്കാം, എനിക്കെന്തും ചെയ്യാം, എന്നെ ആരും ഒന്നും പറയില്ല എന്നുള്ളൊരു അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിവിൻ അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ ബിഗ് ബോസിന് വരെ അത് തലവേദനയായി. ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂമിലിരുത്തിയിട്ട് ബിഗ് ബോസ് പറയണേ നിവിൻ എന്ന് വിളിക്കുന്നു. നിവിൻ ആ ബിഗ് ബോസ്. നിവിൻ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് സംസാരമുണ്ട്. ആ ബിഗ് ബോസ്. അപ്പം ബിഗ് ബോസ് പറയുന്നു, നിവിൻ എന്താ വിളിച്ചത് കേട്ടില്ലേ, എഴുന്നേറ്റ് നിൽക്കൂ. അപ്പോഴാണ് പതുക്കെ ഒന്ന് നിവിൻ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ബിഗ് ബോസ് പറയണേ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു നിയമമുണ്ട്, അത് എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിവിൻ്റെ ഇഷ്ടം പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇനിയൊരു വാണിംഗ് ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ നിമിഷം നിവിനെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയാണ്. അത് കേട്ട് നിവിന് ഒരു പേടി വന്നു തുടങ്ങി. പിന്നെ ഷാനവാസ് ഹോസ്പിറ്റലിലുമാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ നിവിൻ പോയി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുവാണ്. ബിഗ് ബോസ് എന്തായാലും പറഞ്ഞ് പിടിച്ച് പുറത്താക്കുമെന്ന്. അപ്പോൾ പിന്നെ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കാമെന്നും പറഞ്ഞ് നിവിൻ ഇരിക്കുകയാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ബിഗ് ബോസ് എന്തായാലും അങ്ങനെ വാൺ ചെയ്തല്ലോ. വളരെ ദേഷ്യത്തിലാണ് ബിഗ് ബോസ് വാൺ ചെയ്തത്. നേരത്തെ ഈ നിവിൻ ഒരു ഡോസ് കൊടുത്തിരുന്നെങ്കിൽ അടങ്ങിയേനെ. ഈ ബിഗ് ബോസും മോഹൻലാലും കൂടെ തന്നെയാണ് ഈ നിവിനെ വളർത്തിയത്. ഇങ്ങനെയുള്ളവരെയൊന്നും വളർത്താൻ പാടില്ല. ഇവരെന്തും ചെയ്യും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവരെന്തും ചെയ്യും. ഇവർക്ക് മനുഷ്യപ്പറ്റെന്ന് പറഞ്ഞതേ ഇല്ല. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, കുലസ്ത്രീ, എന്തോന്ന് നീ ഒരു മനുഷ്യ സ്ത്രീയാണോ, എന്തൊക്കെ പറയുന്നു എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരെയും വായി തോന്നുന്ന വിളിച്ച് പറയും. നിവിനാരും ഒന്നും പറയാനും പാടില്ല. എന്തല്ലേ, എനിക്കറിയില്ല ഇതൊക്കെ എന്തുവാണെന്ന്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുടെ അപ്ഡേഷനുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ചങ്കുകളെ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ
ടാറ്റാ.